ഞാൻ ഇനി വീഡിയോ ചെയ്ത് നടക്കില്ല. സത്യമായിട്ട് ഞാൻ പണിക്ക് പോയിക്കൊണ്ട്. പ്ലീസ് അമ്മ, ഞാൻ പണിക്ക് പോയിക്കൊണ്ട്. ഒരു ചെക്കനെല്ലാം നിക്കണേ. എടാ മോനെ എന്താ ഏട്ടാ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഏട്ടാ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതെ ഗൈസ്, ഞാൻ ഹോംലെസ് ആണ്. ഞാൻ മാത്രല്ല, ഇന്ന് എന്റെ കൂടെ ഫാരിസിനും കൂടി ഹോംലെസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഉറക്കമില്ല. സമയം കണ്ടില്ലേ, ഇതാണ് ടൈം. ഹായ്, വീഡിയോ കണ്ടിട്ടുണ്ടാ? എന്ത് പേര്? എന്താണ് രാത്രി പരിപാടി? ഓക്കെ, ഒരു ഹായ് കൊടുത്ത. ഹായ്. അപ്പൊ കാണാം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഞങ്ങൾ ജിമ്മിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ജിമ്മിൽ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ വന്നത്. ഒരു വ്ളോഗ് ചെയ്യാം, ഒരു ചലഞ്ച് പോലെ, അഥവാ രാത്രി മൊത്തം ഉറങ്ങാതെ ഇരുന്ന് വ്ളോഗ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ. അങ്ങനെ ഞങ്ങള് ഇറങ്ങിയിരിക്കുകയാണ്. പരിചയ എന്താണ് പ്ലാൻ? എന്താണ് പ്ലാൻ? പ്ലാനൊന്നുമില്ല. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങി. എവിടുക്കാന്നൊന്നുമില്ല, അങ്ങനെ ഇറങ്ങി. നമ്മള് വെച്ച് പിടിച്ചിരിക്കണ കോഴിക്കോട് റോഡിനാണ് വെച്ച് പിടിച്ചത്. അയ്യോ, ബസ് പോയപ്പോ പാലൊന്ന് കുലുങ്ങി. അത് കണ്ട? ഞങ്ങളിപ്പോ ഉള്ളത് ചമ്പ്രവട്ടം പാലാണ്. പാലം കടന്നങ്ങ് പോവാം. കോഴിക്കോട് റൂട്ട് മേടിച്ചിരിക്കുക. അപ്പൊ എവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ സർവൈവ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. ഞാനും ഫരിസും കൂടെ സർവൈവ് ചെയ്ത് ഇപ്പൊ ചാലിശ്ശേരി ഗ്രൗണ്ടിലെത്തി. അപ്പൊ ഉണ്ട് അതിന്റെ മുകളിൽ ഒരാൾ നിൽക്കണ്. ക്ലിയർ ഇല്ല. എന്ത് ചലഞ്ചാ പറയ്. അപ്പൊ നമ്മള് സർവൈവ് ചെയ്തിരിക്കുകയാണ്. ആളവിടെ ചില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ? നമുക്ക് ഇനി എന്ത് ചെയ്യാന്നൊരു ഐഡിയ. ഞാൻ എന്താ ഈ മണ്ടനായ ഞാൻ ഈ രാത്രി ഗ്ലാസും വെച്ച് നടക്കുന്നത്? പൊടിയല്ലേ? ഈ പൊടിയും ഈ ഒലക്കമ്മല അതന്നെ, ഈ പൊടിയും ഇതും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് വെച്ചത്. എവിടെ എത്തിന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങള് ഏകദേശം ഇപ്പൊ തന്നെ നൈസായിട്ട് ഉറക്കം വരുന്ന പോലെ ഉണ്ട്. അതെ, ഉള്ളത് പറയാലോ. ഇരുന്ന് കുണ്ടി ധരിച്ചപ്പോ ഫാരിസിന്റെ കുണ്ടി ധരിച്ച്, എന്റെ കുണ്ടി ചെറുതായി ധരിച്ച്. അപ്പൊ ഞങ്ങൾ എവിടെ എത്തിക്കണെന്ന് അറിയില്ല. അപ്പൊ 12:26 ടൈം. ചാർജ് ഏകദേശം 20%. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഈ ഭാഗത്തുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യും. വീഡിയോന്റെ ഒരു ടൈമിങ് നിങ്ങളൊന്ന് ടാഗ് ചെയ്തിട്ട് ഏതാ സ്ഥലം എന്നൊന്ന് കമന്റ് ചെയ്യണേ. കോഴിക്കോട് തന്നെ പിടിക്കാൻ തീരുമാനിച്ചു അല്ലേ? കോഴിക്കോട് റൂട്ട് അങ്ങോട്ട് പിടിക്കാനാണ്. കോഴിക്കോട് ബീച്ചിൽ തന്നെ പോയാലോ? അവിടെ പോവാം. നമ്മളെന്തായാലും വന്ന സ്ഥലം നമുക്ക് പറ്റിയ സ്ഥലമാണ് അല്ലേ? ഒരു ഹോംലെസ് പീപ്പിൾസിന് പറ്റിയ സ്ഥലമാണ്. അതെ, നോക്ക്, നമ്മളിപ്പോ കോഴിക്കോട് ബീച്ചിലാണ്. ജനക്കൂട്ടം കണ്ടില്ലേ കഴിച്ച്? ജനക്കൂട്ടം 1:23. എനിക്ക് വിശക്കുന്നു. വിശക്ക് കണ്ട ജനങ്ങളുള്ളപ്പോ എനിക്ക് വിശക്ക്. ഉറപ്പൊക്കെ പോയി, പക്ഷെ എനിക്ക് വിശക്കുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒരു വല്ലാത്ത ജീവിതം. നമ്മളുടെ നാട്ടുമ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ കണ്ട ഈ സമയത്ത് ആൾക്കാര് എന്താണ് ഹറാമിന്റെ 10 മണിക്ക് കിടന്ന് ഉറങ്ങാൻ ഫുൾ ഹറാമ് പരിപാടി. ഹറാമാണല്ലോ ഫുള്ള് ഹറാമ്. ഇന്ന് ഹറാമിന്റെ നോട്ടമൊക്കെ നോക്കണ്ടിട്ടാ ആൾക്കാര്. ഫുൾ ഹറാമിന്റെ നോട്ടം നോക്കണ്, വിളിക്കണ്. അവിടുന്ന് ഏതൊക്കെ പെണ്ണുങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് എന്നെ. ഞാൻ മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഞാൻ ഒരാളെ മൈൻഡ് ചെയ്യില്ല. രാത്രി ഹറാമിന്റെ പരിപാടികൾ കാണിക്കണു കണ്ടില്ലേ? രാത്രി ഈ ഉറങ്ങേണ്ട സമയത്ത് ഹറാമിന്റെ പരിപാടികൾ കാണിക്കുന്ന നോക്കില്ല. വേണ്ട ഞാൻ പറഞ്ഞില്ലേ, ഹറാമിന്റെ പരിപാടിയാണ്. ട്വിൻസാണ്. കണ്ടില്ലേ? ഒരച്ചിൽ വളർത്തത് പോലെ തന്നെയുണ്ട്. പേര് സയാൻ സിദാൻ. രണ്ടുപേരും ഒരുമിച്ചാണോ എൻ്റെ വീഡിയോസ് കാണാറ്? രണ്ടുപേരും ഒരുമിച്ചാണ് എൻ്റെ വീഡിയോസ് കാണാറ്. താങ്ക് യു. ഒരു ഹായ് കൊടുത്തു. കണ്ടില്ലേ? ഒരുപോലെ തന്നെയാണ് ആ ഹായ് വരെ. കാണട്ടെ വീഡിയോസ്. വ്ളോഗാ വരൂട്ടാ.
കോഴിക്കോട് ഫുള്ള് സബ്സ്ക്രൈബേഴ്സിന്റെ സ്നേഹം കാരണം എനിക്ക് ഇരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. കണ്ടില്ല, പടക്കം വരെ പൊട്ടിക്കാം നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. നമ്മള് കോഴിക്കോട് വന്നതിന്റെ ആഘോഷം കണ്ടില്ലേ? നമ്മള് ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റത്തേക്ക് വെച്ച് പിടിക്കായിരുന്നു. ഇപ്പം നമ്മളെ ഒരറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് എത്തി. അറ്റെന്ന് പറയുമ്പോൾ ഈ ഒരു കട്ട വിരിച്ച ഭാഗം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് ഓരോ ഫാമിലീസൊക്കെ അവര് വന്ന് കുടിയേറി പായും. അടില്ല, നമ്മൾ വന്നതിന്റെ ആഘോഷമാണത്. നമ്മൾ വന്നതിന്റെ ആഘോഷമാണ്. നോർമലി നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വരുന്ന സമയത്ത് ഇല്ലാത്തൊരു പ്രതീതിയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഉത്സവമയം. പല സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് പടക്കം. ഉറങ്ങുന്നവരെ അണ്ണാക്കിക്കൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് പരിസരം. നമുക്കിനി ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ആരോടെയും ബഗ് ചെയ്തിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഉറങ്ങണം. എനിക്ക് ഉറക്കം വരുന്നുണ്ട് പരിസേ. ഉറക്കല്ല, ഞാൻ പറഞ്ഞില്ലേ വിശക്കുണ്ടാ? എന്താന്നറിയാം, ഞാൻ ഫുഡ് കഴിച്ചതാ. പക്ഷെ എങ്കിലും എന്താ കഴിക്കുക നമുക്ക്? ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. കോഴിക്കോട് വന്ന കഴിക്കേണ്ട ഭക്ഷണം, ഏറ്റവും ബെസ്റ്റ് സാധനം എന്താന്ന് കമന്റ് ചെയ്യൂ. കോഫി കുടിക്കാം. എന്നെ കണ്ടിട്ട് ഉറക്കം വന്ന പോലെ തോന്നുന്നില്ലല്ലോ ഗൈസ്. ഏയ് ഒട്ടുമില്ല. ഇപ്പൊ സമയം 1:57. ഗൈസ്, ഏകദേശം നമ്മള് വണ്ടിയായിട്ട് കുറെ കറങ്ങി. പരിസരം ഉറപ്പ് വരുന്നുണ്ട്. പരിസരം ഹോംലെസ് ആയതുകൊണ്ട് പള്ളി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിട്ട്. കിട്ടിയ പാരിസിന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ പള്ളി തപ്പി ഉറങ്ങണോ, ഇല്ലെങ്കിൽ റൂം എടുക്കാനേ പറ്റില്ല. മണല് കിടന്നുറങ്ങണോ. ആട്ടീത്തെ പള്ളി കൊണ്ട് വന്ന് തിരൂര് ആ ഏരിയയില് എന്താ ഏതേലും പള്ളി ഉണ്ട് അവിടെ? എനിക്ക് തോന്നില്ല കേട്ടോ ഇവിടെ പള്ളിയൊക്കെ തുറന്നു വിടുന്നത്. കാര്യം ഇവിടെ പള്ളിയൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഉറങ്ങാണ്ടാവും. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഇതിന്റെ സൗണ്ടൊക്കെ മാറി. ഞാൻ ഫുള്ള് ഉറക്കം മൂഡിലാണ് ഇപ്പോ. ഞങ്ങളങ്ങനെ പള്ളി നോക്കിയിട്ട് ഒരുപാട് സ്ഥലങ്ങളാണ്. മീൻസ് അല്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു ശാന്തമായി ഇരിക്കാൻ പറ്റിയ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയതാണ്. അല്ല, സത്യം പറയട്ടെ, ഞങ്ങള് ഉറങ്ങാൻ സ്ഥലം കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ് വന്നത്. 2-3 പള്ളിയിൽ പോയി നോക്കി. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയില്ല. കാര്യം ഞങ്ങൾക്ക് റൂം എടുത്ത് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ഞങ്ങള് ഹോംലെസ് പീപ്പിൾസ് ആവുമ്പോ. അതെ, ഇതിപ്പോ നമ്മളൊരു പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഗേറ്റ് ഒക്കെ പൂട്ടി. അപ്പുറത്തെ ഗേറ്റ് പോയി നോക്കി, അതും പൂട്ടി. പക്ഷെ വൈബുള്ള ഒരു സ്ഥലം ഉണ്ട് ഇവിടെ. അവിടെ എന്താണാവോ, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യ്, അഥവാ ഈ ഒരു ടൈം മെൻഷൻ ചെയ്ത് കമന്റ് ചെയ്ത് എന്താണെന്നൊന്ന് കമന്റ് ചെയ്യും. അവിടെ സ്കൂള് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്താ വേണ്ടേ, ബീച്ചിന്റെ അവിടേക്ക് പോകണോ ഇവിടെ ഇരിക്കണോ? ഇവിടെ ഇരിക്കാതെ ഞങ്ങളിവിടെ വണ്ടി സൈഡ് ആക്കട്ടെ ഏട്ടാ. ഒരു എലിയൊക്കെ വെള്ളത്തേക്ക് ഓടിച്ചാടി പോയിട്ട് പള്ളിയോട് ചുറ്റിപ്പറ്റിയിട്ട് കിടക്കണോണ്ടെന്നറിയില്ല, നല്ലൊരു സമാധാനം. അവിടുത്തെ ടൗണിത്തെ ഉറക്കം വരുന്നില്ല. ആ ഒച്ചപ്പാടും ബഹളമൊക്കെ പോയപ്പോഴേ ഭയങ്കര ഒരു. ഈ സ്ഥലം എനിക്ക് എങ്ങനെ മനസ്സിലായത്? ഇത് ഇവിടെ ഒരു പള്ളി ഉണ്ട് എന്ന് എന്നോട് ചെക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് ഫേമസ് പള്ളിയാണ്. അപ്പം ഞാൻ ഗൂഗിളിൽ നോക്കിയതാ. ഗൂഗിളിൽ നോക്കി വന്നെത്തിയത് സമാധാനപരമായ ഒരു സ്ഥലത്താണ്. കാം ആൻഡ് ക്വയറ്റ്, നല്ലൊരു ആംബിയൻസ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു. നല്ല റിലാക്സേഷൻ ഉണ്ട്. ബാഗ് മാറ്റി സെറ്റാ. ഉറക്കം വന്നില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഭാഗ്യത്തിന് ഇതൊന്നും തുറന്നെങ്കിൽ കുറച്ചേരം ഉറങ്ങായിരുന്നല്ലേ. കുറെ ആൾക്കാർ വരും അങ്ങോട്ട്. സുബൈ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്കോപ്പ് ഉണ്ട്, പള്ളി തുറക്കും, അപ്പൊ ഉറങ്ങാം. അത് ശരിയല്ലേ? പക്ഷേ അന്ന കട്ടുകൊണ്ട് പോയാലും നമ്മളെ ബാഗ് കട്ടുകൊണ്ട് പോകാൻ പാടില്ല. ബാഗിൽ കുറെ വില പിടിപ്പുള്ള സംഭവമുണ്ട്. ഫോണ്, ചാർജർ, പവർ ബാങ്ക്, പ്രോട്ടീൻ പൗഡർ. ജിമ്മി വന്നതാണ് ഇതിന്റെ കൂടെ. ഫാരിസിനോട് പിടിച്ചോടുന്നത്. ഫാരിസിനെ കൊണ്ട് ഈ ചലഞ്ച് ചെയ്യാൻ ചെയ്യിപ്പിച്ചു. എന്തപ്പോ ചെയ്യാ ഗൈസ്? നല്ലൊരു സമാധാനം ഇവിടെ ഇരിക്കാം, പക്ഷെ ഉറങ്ങാനൊന്നും പറ്റൂല. കൊതുകിന്റെ ശല്യം കുറവാണ്. ഓനവിടെ സൈഡ് ആയിക്കണ് ഗൈസ്, നോക്കിക്കോ. ഓനവിടെ അങ്ങനെ വീഴില്ല. 2 സ്റ്റെപ്പൊക്കെ വീണിട്ട് ഇങ്ങനെ ടക്ക് ടക്ക് ചെല്ലിട്ടാണ്ട് പോകുമ്പോഴത്തേക്ക് അറിഞ്ഞോളൂ. നല്ലൊരു ഇത് ശരിക്കും നമ്മളൊരു മറ്റേ പെൺകുട്ടി കാണിച്ച ഒരു ബ്ലാങ്കറ്റ് സെറ്റ് ആയിരുന്നു. അവിടെ ഒക്കെ ഒരു വീടാ തോന്നടാ ആ കാണുന്നതൊക്കെ. ഇതിന്റെ ബാക്കിലൊക്കെ സ്റ്റേയും ആ മതിലിന് വർക്ക് ചെയ്തിട്ട് തോന്നുന്നു. ആ വീടിന്റെ മതിലിന് അതിന്റെ മതിലിങ്ങനെ വർക്ക് ചെയ്തിട്ട് സെറ്റ് ആക്കിയിരിക്കുക. ഇപ്പൊ ചെക്കന്മാരുണ്ടാവും. ഞാൻ പോയിട്ട് 2 ഗെയിമൊക്കെ കളിക്കട്ടെ. പെസ് പുതിയ
പാക്ക് ചെയ്യുന്ന സുവാരസിനൊക്കെ എടുത്തിട്ടുണ്ട്, കളിച്ചോക്കട്ടെ. അപ്പൊ ഗൈസ് ഞങ്ങള് ഉറക്കം വരാത്തത് കൊണ്ട്, അല്ല ഉറക്കം വന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ കുറച്ച് കൊതുകുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ലൈവ് പോയി. ഉറങ്ങാത്തവരുടെ കമന്റ് ഒക്കെ ഇപ്പൊ കിട്ടും. എല്ലാരും യൂട്യൂബിൽ എല്ലാവരുടെ കമന്റും വരും. ആപ്പിമ്മൊക്കെ കാണട്ടെ ഉറങ്ങാത്ത. ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയതിനു ശേഷം ഇപ്പതാ യൂട്യൂബിൽ ലൈവ് പോയോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഫാരിസ് ഒന്ന് നൈസായിട്ടൊന്ന് ഉറങ്ങി. എന്താ ചങ്ങായി, ഇതൊന്നും നടപടിയാവില്ല. 2 മിനിറ്റ് ഞാൻ ഉറങ്ങട്ടെ. പാമ്പ് കൊടുത്തപ്പോൾ സുബഹിസ്കരിച്ചിട്ട് നമുക്ക് സ്ലീപ്പാ. ഇപ്പൊ ടൈം ഞാൻ കാണിച്ചു തരാം. 4:03 സമയം. 4:03 കേട്ടാ. 4:03 യൂട്യൂബിൽ ലൈവ് പോയോണ്ടിരിക്കുന്നത്. ഗൈസ് ഫാരിസ് ഉറങ്ങി. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാം. 4:06 ടൈം. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ സർവൈവ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സർവൈവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? എന്തൊക്കെ ഓലം കണ്ടില്ല ഗൈസ്. കുറേ അവിടെ ആയിരുന്നു ഉറങ്ങി. അതിന് ശേഷം ബാങ്ക് കൊടുത്തപ്പോൾ പള്ളി കയറി. ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ പള്ളി തുറന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ സർവൈവ് ചെയ്തു, സക്സസ്ഫുള്ളായി സർവൈവ് ചെയ്തു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അടിച്ചോളി. അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം. ഞങ്ങൾ അടുത്ത വീഡിയോ പ്രാങ്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, പീസ്.